നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് വൻ കഞ്ചാവ് വേട്ട. 15 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ അരിമ്പൂർ സ്വദേശി അരുൺ, മലപ്പുറം പെരിഞ്ചേരി സ്വദേശി മുഹമ്മദ് നിസാർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കാളിക്കാവ് സ്വദേശി അജ്മൽ ഷാനെയാണ് മലപ്പുറം കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലത്ത് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ. കൊടും ക്രിമിനൽ ടൈറ്റാൻ എന്ന ബഷീർ അലിയാണ് അറസ്റ്റിലായത്. ലോകമെങ്ങും ഇസ്ലാമിനെ സൂക്ഷിച്ചു നോക്കുന്ന കാലമാണിതെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ഇസ്ലാം ലോകത്ത് സജീവമായ ചർച്ചാ വിഷയം. യുദ്ധങ്ങൾക്ക് പോലും ഇസ്ലാമിനെ കാരണമാക്കുമെന്നും സാദിഖ് അലി തങ്ങൾ. പുനരധിവാസം കഴിഞ്ഞ് 2 വർഷമായിട്ടും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിച്ചില്ലെന്ന് കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിലെ കുടുംബങ്ങൾ. 10ഓളം വീടുകളിൽ ഇപ്പോഴും വൈദ്യുതി ഇല്ല. പ്രളയത്തിൽ പുനരധിവസിപ്പിച്ച പാമ്പൻതോട് ആദിവാസി കുടുംബങ്ങൾക്കാണ് ദുരിതം. സ്ഥലമല്ല, റോഡാണ് വലുതെന്ന് നാട്ടുകാർ. തച്ചനാട്ടുകര കിഴക്കുംപുറം ചോളോട് റോഡുകൾ ബന്ധിപ്പിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി 7 കുടുംബങ്ങൾ. പുതിയ റോഡ് തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കും. വിശദമായ വാർത്തകൾ. മണ്ണാർക്കാട് വൻ കഞ്ചാവ് വേട്ട. കുമരമ്പത്തൂർ കുളപ്പാടം റോഡിൽ നിന്ന് 15 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. തൃശൂർ അരിമ്പൂർ പുളിപ്പറമ്പിൽ അരുൺ, മലപ്പുറം പെരിഞ്ചേരി മുഹമ്മദ് നിസാർ എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ചാക്കിൽ കെട്ടിയ നിലയിലാണ് ഇവരിൽ നിന്നും 15 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാളിക്കാവ് ചാഴിയോട് സ്വദേശി പാറയ്ക്കൽ അജ്മൽ ഷാനെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് അജ്മൽ ഷാനെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അടിപിടി നടത്തിയതിന് ഇയാൾക്കെതിരെ നേരത്തെ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പോലീസ് വാഹനത്തിനും പോലീസുകാരന്റെ കാറിനും നേരെ യുവാവിന്റെ അതിക്രമം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പാലക്കാട് നൂറണി പട്ടാണിത്തെരുവിലെ ടൈറ്റാൻ എന്ന ഷബീർ അലിയാണ് അതിക്രമം നടത്തി അറസ്റ്റിലായത്. മദ്യപിച്ച് വാഹനം ഓടിച്ച സുഹൃത്തിനെ ജാമ്യത്തിലെടുക്കാനെത്തിയതാണ് ഷബീർ അലി. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി ഷബീർ അലിക്കെതിരെ 32ഓളം കേസുകളുണ്ട്. ഇസ്ലാം ഇന്ന് ലോകമെങ്ങും സജീവമായി ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മതമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. യുദ്ധങ്ങൾക്ക് പോലും ഇസ്ലാമിനെ കാരണമാക്കുന്നു. ഈ മതത്തെപ്പറ്റി അറിയുന്നവരാരും ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുകയില്ല എന്നും സാദിഖ് അലി തങ്ങൾ നെല്ലായിൽ പറഞ്ഞു. നെല്ലായ മാരായമംഗലം ഖാസി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് 12ാം വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ. ലോകമെങ്ങും ഇസ്ലാമിനെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാലമാണിത്. സജീവമായി ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. ഇസ്ലാമിന് എന്തോ പ്രത്യേകതയുണ്ട് എന്നതിനാലാണ് ഇതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലോകമെങ്ങും ഇസ്ലാമിനെ വളരെയേറെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. 2 തരത്തിലുള്ള സൂക്ഷ്മതയുണ്ട്. ഒന്ന്, ഇസ്ലാമിൽ വല്ല കുറ്റവും കുറവും ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു നോക്കും. അതാണ് കൂടുതലുള്ളത്. രണ്ടാമത്, ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഇസ്ലാമിൻ്റെ ആകർഷണീയതകൾ എന്തെല്ലാമാണ് എന്ന് നോക്കുന്നതിന് വേണ്ടിയും വിശുദ്ധ ദീനിലേക്ക് ആളുകൾ ഉറ്റുനോക്കുന്ന കാലം. അപ്പോൾ ഏത് വിധേനയായാലും ഇസ്ലാം സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ നോട്ടത്തിന് പാത്രമാകുന്ന ഒരു പ്രത്യയശാസ്ത്രം. ഒരുപക്ഷെ ലോകത്ത് മറ്റ് മതങ്ങൾക്കൊന്നും അത്തരത്തിൽ ഉള്ള ഒരു റോള് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇസ്ലാം അത് നിരന്തരമായി ഇറ്റുനോക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ പോലും അതിന് പോലും ഇസ്ലാമിനെ കാരണമാക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാമിനെ പേടിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ തിരിച്ചടിയായി.
ഇസ്ലാമോഫോബിയ എന്ന പേരിൽ ഇസ്ലാമിനെ പേടിക്കുക എന്ന പ്രചാരണം ലോകത്ത് നടക്കുന്നുണ്ട്. കുറച്ചു കാലമൊക്കെ അവരതുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ ലോകം തന്നെ മനസ്സിലാക്കും എന്താ ഇസ്ലാമിൽ ഇത്രമാത്രം പേടിക്കാനുള്ളത് എന്ന് ലോകം തന്നെ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം പേടിക്കാൻ എന്താണ് ഇസ്ലാമിലുള്ളതെന്ന് വിചാരിച്ച് എന്ന് മനസ്സിലാക്കി അവർ ഇസ്ലാമിനെ പഠിക്കുന്നു. സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ പതാക ഉയർത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനാ സമ്മേളനത്തിന് നേതൃത്വം നൽകി. അക്കാദമിക മേഖലയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KMECC വൈസ് പ്രസിഡന്റ് A മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മരക്കാർ മൗലവി മാരായമംഗലം, രായിൻ കീഴിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പ 3 ഏക്കറിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ജഡത്തിന്റെ പോസ്റ്റ്മോർട്ടം തിങ്കളാഴ്ച നടത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് വനപാലകർ അറിയിച്ചു. ശനിയാഴ്ച രാത്രിയാണ് മണ്ണാർക്കാട് കരിമ്പ 3 ഏക്കറിൽ ആറ്റ്ല വെള്ളച്ചാട്ടത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിൽ കൊമ്പനാനയുടെ ജഡം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ജഡത്തിന് 4 മാസം പഴക്കമുണ്ട്. മാംസം പൂർണ്ണമായി അഴുകി അസ്ഥികൂടം മാത്രമായിട്ടുണ്ട്. മണ്ണാർക്കാട്, പാലക്കാട് DFOമാരടക്കം വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ചോലയിൽ പൈപ്പിടാൻ പോയ യുവാക്കളാണ് ജഡം കണ്ടെത്തിയത്. പുനരധിവാസം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും വൈദ്യുതിയില്ലാതെ കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിലെ ഏതാനും കുടുംബങ്ങൾ. 10ഓളം വീടുകൾക്ക് ഇപ്പോഴും വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടില്ല. വൈദ്യുതി ഇല്ലാത്തതിനാൽ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്ന് കുടുംബങ്ങൾ പറഞ്ഞു. 2018 പ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്നാണ് പാമ്പൻതോട് ആദിവാസി ഗ്രാമത്തിലെ 52 കുടുംബങ്ങളെ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി സ്ഥലവും വീടും നൽകി പാങ്ങോട് വിജയനഗറിൽ പുനരധിവസിപ്പിച്ചത്. സ്ഥലം, വീട്, വെള്ളം, വൈദ്യുതി, കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് സർക്കാർ ഇവർക്ക് നൽകിയിരുന്ന വാഗ്ദാനം. എന്നാൽ പുനരധിവാസം പദ്ധതി പൂർത്തിയായി കുടുംബങ്ങൾ താമസം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയില്ല. നഗറിലെ വസന്ത, സതീഷ്, തങ്കമണി, മാളു തുടങ്ങിയവരുടെ വീടുകളിലൊന്നും വൈദ്യുതി എത്തിയിട്ടില്ല. വൈദ്യുതി കണക്ഷന് വേണ്ടിയുള്ള അപേക്ഷകളും രേഖകളും നേരത്തെ നൽകിയിരുന്നെങ്കിലും കണക്ഷൻ കിട്ടിയിട്ടില്ല. ഇനി വീണ്ടും അപേക്ഷയും രേഖകളും നൽകണമെന്നാണ് പറയുന്നതെന്ന് വിജയനഗർ നിവാസികൾ പറഞ്ഞു. വീണ്ടും അപേക്ഷയും രേഖകളും ഉണ്ടാക്കുക എന്നത് തങ്ങൾക്ക് വലിയ പ്രയാസമാണ്. കൂലിപ്പണി ഒഴിവാക്കി വേണം ഇതിന് പോകാനെന്നും ഇവർ പറഞ്ഞു. എൻ്റെ മൂത്ത മകന് അവൻ്റെ വീടാണിത്. അവനിപ്പോൾ പണിക്ക് പോയിരിക്കുകയാണ്. കറണ്ടൊന്നുമില്ല. അവർ പറയും ചെയ്ത് തരാം, നിങ്ങൾ ഒരുപാട് ഫോം ഉണ്ടാക്കി, ലിസ്റ്റുകൾ ഉണ്ടാക്കി, ഞങ്ങൾ എത്രയ്ക്കുന്ന ഇതുണ്ടാക്കി കൊടുക്കുക. ഞങ്ങൾ റേഷൻ കാർഡിൻ്റെയും പിന്നെ ആധാറും പിന്നെ ഓരോരോ പേപ്പറുകൾ അങ്ങനെ നേരത്തെ കൊടുത്തിരുന്നു. ഈ പേരെ അപേക്ഷിക്കുമ്പോൾ തന്നെ ഇതിനൊക്കെ എല്ലാം ചെയ്താണ്. അതിൻ്റെ ശേഷം ഒന്നും അറിയില്ല. 1-2 വട്ടമൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനിയും വീണ്ടും അപേക്ഷ കൊടുക്കണം. ഇത് എത്രയ്ക്കെന്നാ കൊടുക്കുക? അതോ ഒരു ഫോം ശരിയാക്കാനും പൂരിപ്പിക്കാനും അതിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്. അതിനും പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നടക്കുള്ളൂ. ഇപ്പം അവിടെ ഇവിടെ പോയിട്ടൊക്കെയാണ് പണിതിട്ട് ഇവിടെ വരുന്നത്. അതേസമയം വിജയനഗറിലെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ സാങ്കേതികത്വത്തിൽ തട്ടി മുടങ്ങിയത് മൂലമാണ് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നത് വൈകാൻ ഇടയാക്കിയതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ചില കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാർ മരണപ്പെട്ടതും ചില വീടുകൾ അടുത്ത ബന്ധുക്കൾക്ക് നൽകിയതുമൂലവുമുള്ള സാങ്കേതികത്വമാണ് വൈദ്യുതി കണക്ഷൻ വൈകുന്നതെന്നാണ് അധികൃതരുടെ വാദം. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പാർപ്പിടത്തിനും ഊന്നൽ നൽകിയാണ് 2025-2026 വർഷത്തെ കരട് വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രസിഡന്റ് KM ഹനീഫ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജന്മനായുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അപ്പോൾ നമ്മൾ അതിന് അവർക്കൊരു ഇലക്ട്രിക് ഒന്നുകിൽ അവർക്ക് കയ്യിൽ ആരോഗ്യമുണ്ടെങ്കിൽ കൈ കൊണ്ട് ഉപയോഗിക്കുന്നതിന് പോകുന്ന യന്ത്രം ഘടിപ്പിച്ച വീൽ ചെയർ, അല്ല പുറകിൽ നിന്നൊരാളെ സഹായം വേണമെങ്കിൽ ആ സഹായിക്ക് ഇലക്ട്രിക് സ്വിച്ച് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ വേണ്ട നിർവഹിക്കാവുന്ന വാഹനം അങ്ങനെ വെക്കാൻ കഴിയുമെന്ന് നമ്മൾ പരിശോധിച്ചു. പക്ഷെ അത് നമുക്ക് കഴിയാത്ത കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഇടപെട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ട് അതിന് പ്രത്യേകമായ അനുവാദം മേടിച്ചുകൊണ്ട് നമ്മളവിടെ മെഡിക്കൽ ക്യാമ്പ്, മെഡിക്കൽ സംഘം വന്നു. ഈ പഞ്ചായത്തിലെ 8ഓളം വരുന്ന അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്നു. അവർക്ക് വാഹനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അത് ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും.
10.51 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വികസന രേഖയിലുള്ളത്. സാധാരണ വിഹിതമായി 2.8 കോടി രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2.1 കോടി രൂപയും പട്ടികജാതി ഉപപദ്ധതികൾക്കുള്ള SCPയുടെ 89 ലക്ഷം രൂപയും റോഡിതര പ്രവർത്തനങ്ങൾക്കുള്ള മെയിൻ്റനൻസ് തുക 4.6 കോടി രൂപയും ഉൾപ്പെടുന്നതാണ് കരട് വികസന രേഖ. കരട് രേഖ പ്രസിഡന്റ് KM ഹനീഫ PA തങ്ങൾക്ക് നൽകി പ്രകാശനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷൗക്കത്ത്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ അനസ് പൊമ്പറ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ സലീം, പഞ്ചായത്ത് അംഗങ്ങളായ M മോഹനൻ, ഉമ്മർ കുന്നത്ത്, EB ബഷീർ, C വിജിത, നിഷ രാമൻ, P രുക്മിണി, C ചാമി, ഖദീജ കാസിം, ലക്ഷ്മി കുട്ടൻ, വസീല നൌഷാദ്, പഞ്ചായത്ത് സെക്രട്ടറി നിഷ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P മോഹനൻ, K സുബ്രഹ്മണ്യൻ, രാജാമണി, K മരക്കാർ, A ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. തച്ചനാട്ടുകര കിഴക്കുംപുറം ചോളോട് റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ പ്രദേശത്തെ 7 കുടുംബങ്ങൾ സ്ഥലം സൗജന്യമായി വിട്ടുനൽകി. 8 മീറ്റർ വീതിയിൽ 1/2 കിലോമീറ്ററിലധികം ദൂരത്തിലാണ് റോഡ് നിർമ്മിക്കുക. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാകും ഇത്. ഒരു വശത്ത് കിഴക്കുംപുറം വരെയും മറുവശത്ത് ചോളോട് വരെയുമാണ് നിലവിൽ റോഡുള്ളത്. 2 ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ 7 കുടുംബങ്ങൾ സ്ഥലം വിട്ടു നൽകണമായിരുന്നു. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകനായ T റഷീദ് സ്ഥല ഉടമകളെയും ഗുണഭോക്താക്കളെയും ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞ ദിവസം കിഴക്കുംപുറം വായനശാലയിൽ യോഗം ചേർന്നിരുന്നു. തുടർന്നാണ് സ്ഥലം വിട്ടുനൽകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമായത്. സ്ഥലം ഉടമകളായി വരുന്നത് ഏകദേശം 6-7 ആളുകളാണ്. ഈ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന റോഡിന് സ്ഥലം വിട്ടു നൽകുന്നത്. 1 രൂപ പോലും പ്രതിഫലം ഇച്ഛിക്കാതെയാണ് ഈ സ്ഥലം സൗജന്യമായി കൊണ്ട് തന്നിട്ടുള്ളത്. ഒരു സമയത്ത് ഒരു തർക്കത്തിനോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ പോവാതെ ഏറ്റവും സുഗമമായി മണിക്കൂറുകൾ കൊണ്ട് ഒരു റോഡ് അതിൻ്റെ യാഥാർത്ഥ്യമാകുന്നത് ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം CP ജയ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം C ലക്ഷ്മി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഞായറാഴ്ച സ്ഥലങ്ങൾ തിട്ടപ്പെടുത്തി കുറ്റിയടിച്ചു. 8 മീറ്റർ വീതിയിൽ 1/2 കിലോമീറ്ററിലധികം ദൂരത്തിലാണ് റോഡ് നിർമ്മിക്കുക എന്ന് T റഷീദ് പറഞ്ഞു. മണ്ണിട്ട റോഡിനുള്ള ഫണ്ട് നൽകാമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നിലവിൽ പഞ്ചായത്തിൽ നിന്ന് പ്രപ്പോസൽ ഈ റോഡിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള പാലക്കാട് MP ശ്രീകണ്ഠനുമായി കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം MLA പ്രേമേട്ടനുമായി കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രപ്പോസലുമായി കൊടുക്കാൻ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 മീറ്റർ വീതിയിൽ 500 മീറ്ററിലേറെ നീളമുള്ള ഈ റോഡിന് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറെ ഉപകാരപ്പെടുന്ന 2 താലൂക്കുകൾ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് പണി കഴിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ്. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാകും ഇത്. കോട്ടുപ്പാടം ഭീമനാട് നാട്ടുകൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വടശ്ശേരിപ്പുറം ചെപ്പിലായി ഭാഗത്ത് റോഡിന് ഇരുവശവും സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. 10 അടിയിലധികം താഴ്ചയുണ്ട് ഈ ഭാഗത്ത് വശങ്ങൾക്ക്. 4 വർഷം കഴിഞ്ഞു ഭീമനാട് നാട്ടുകൽ റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചിട്ട്. റോഡിന് ഇരുവശവും മാർക്കിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വടശ്ശേരിപ്പുറം ചേപ്പിലായി ഭാഗത്ത് റോഡിന് ഇരുവശവും 10 അടിയിലധികം താഴ്ചയുള്ള ഭാഗമുണ്ട്. ഇവിടെ സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇരുവശങ്ങളും താഴ്ചയുള്ള ഭാഗമായതിനാൽ റോഡിന് പരിമിതമായ വീതി മാത്രമാണ് ഉള്ളത്. വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾക്ക് സുരക്ഷ. എന്നാൽ റോഡ് നവീകരിച്ചതോടെ പല തൂണുകളും മണ്ണിനടിയിലായി. ദേശീയപാതയും സംസ്ഥാനപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് റബ്ബറൈസ് ചെയ്തതോടെ വേഗതയിലാണ് മിക്ക വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. ഒരു അപകടമുണ്ടാകുന്നതിന് മുന്നേ സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ UP തല വായനോത്സവം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം സംസ്ഥാന കൗൺസിൽ അംഗം E രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് KP സുധീർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C വിജയൻ, K വിദ്യാധരൻ എന്നിവരും സർഗോത്സവം, അറിവരങ്ങ് എന്ന സെക്ഷനിൽ റിസോഴ്സ് പേഴ്സൺ സംഘാടകരായ AP കേലു, A ഹരിദാസ്, രമാകുമാരി, നിഷ VP, സേതലവി, PM നാരായണൻ, CC ജയശങ്കർ, പവിത്രേശ്വരി, K ശ്രീനിവാസൻ, P സജിത, രമ എന്നിവർ സംസാരിച്ചു. താലൂക്കിലെ വിവിധ ഗ്രന്ഥശാലകളെ പ്രതിനിധീകരിച്ച് 85 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അറിവരങ്ങ്, സർഗോത്സവം എന്നീ ഗ്രൂപ്പുകളിലായി സംവാദം, നാടകാവിഷ്കാരം, പ്രശ്നോത്തരി, കാവ്യാലാപനം എന്നിവയുമുണ്ടായി.
വായനോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി സി വിജയൻ വിതരണം ചെയ്തു. ജില്ലാ UP വായനോത്സവത്തിലേക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച 10 കുട്ടികളെ തെരഞ്ഞെടുത്തു. ലൈബ്രറിയന്മാരും രക്ഷിതാക്കളും മറ്റ് പ്രവർത്തകരുമടക്കം 120ഓളം പേർ പങ്കെടുത്തു. സമാപന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി 12ാമത് വർഷമാണ് ഇത്തരത്തിൽ വായനാ ഉത്സവം സംഘടിപ്പിക്കുന്നത്. വായനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ അല്പസമയം അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞു. നമ്മുടെ കുട്ടികളിലുള്ള മികവിനെ, കഴിവിനെ, അവരിലെല്ലാമുള്ള കലാസാംസ്കാരിക ബോധത്തെ ഒക്കെ കൂടുതൽ തെച്ചു മിനുക്കിയെടുക്കാനും പ്രചോദനം നൽകാനും പിന്തുണയ്ക്കാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള വായനോത്സവങ്ങൾ മാറുന്നത്. സംസ്ഥാന യുവജനോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. 4 വർഷം പിന്നിടുന്ന വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ചാരെ 2025 എന്ന പേരിൽ വളണ്ടിയർ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് സേവനം ലഭിച്ച 250-ലേറെ രോഗി ബന്ധുക്കളും പ്രവർത്തകരുമാണ് ഒത്തുചേർന്നത്. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. വാണിയംകുളം ഹൈസ്കൂളിൽ വെച്ച് നടന്ന സംഗമം 4 പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. 4 വർഷമായി വാണിയംകുളത്തും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സാന്ത്വന കൂട്ടായ്മ ഫിസിയോതെറാപ്പി സെന്റർ, വയോജന സൗഹൃദ പകൽ വീട്, ധർമാശുപത്രി, റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ജനകീയമാക്കുക എന്നതാണ് സംഗമം ലക്ഷ്യമിട്ടത്. പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി സംഗമം ഉദ്ഘാടനം ചെയ്തു. സമൂഹ ജീവി എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ചുമതലയാണ്, നിർബന്ധമായും നാം ചെയ്തു തീർക്കേണ്ട ഒന്നാണ് സാന്ത്വന പരിചരണം, രോഗി പരിചരണം എന്ന നിലയിൽ ഈ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. നമ്മുടെ നാടിന് അതിമഹത്തായിട്ടുള്ളൊരു പാരമ്പര്യം തന്നെ ഇതിലുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ സ്വപ്നതുല്യമായിട്ടുള്ള പാരമ്പര്യം നമ്മുടെ നാടിന് ഈ രോഗി പരിചരണത്തിൻ്റെ, സാന്ത്വന പരിചരണത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെ അധ്യക്ഷൻ പ്രസംഗത്തിനിടയിൽ 2ാം ലോക മഹായുദ്ധത്തെ പരാമർശിക്കുകയുണ്ട്. VPRC പ്രസിഡന്റ് ഡോക്ടർ MK ഹേമചന്ദ്രൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ മുഖ്യ അതിഥിയായ ചടങ്ങിൽ വെച്ച് ഒറ്റപ്പാലം ഇന്നർ വീലർ ക്ലബ്ബ് ഭാരവാഹികൾ VPRCക്ക് നൽകിയ 1 ലക്ഷം രൂപയിലധികം വില വരുന്ന സർജിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചടങ്ങിൽ വെച്ച് വീൽചെയറും എയർബെഡും ഭാരവാഹികൾക്ക് കൈമാറി. CPIP ജില്ലാ സെക്രട്ടറി SP രാമകൃഷ്ണൻ, AMAI ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി ഡോക്ടർ ബുഷറ, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് K പ്രസീത, K രാജീവ്, C ജിനേഷ് കുമാർ, സുജിത് ആച്ചത്ത്, ഡാന ബേബി, ശിവപ്രിയ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. VPRC സെക്രട്ടറി KC രഘുപതി, ട്രഷറർ P സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകളിലേക്ക്. കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും നടന്നു. മുഹമ്മദ് മുഹസിൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 8 വർഷം അല്ലെങ്കിൽ 57 വർഷം, 56 വർഷം കൊപ്പത്തിന്റെ മാത്രമല്ല കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിദ്യാലയമായി നമ്മുടെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. വാർഷികാഘോഷം നടക്കുന്ന സമയത്ത് ഒരു വിദ്യാലയത്തിന്റെ കടന്നു വന്ന വഴികളും ആ വിദ്യാലയത്തിന്റെ നേട്ടങ്ങളും ഇനി ആ വിദ്യാലയം മുന്നോട്ട് പോകുന്ന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാനുള്ള വേദി കൂടിയാണ്. ഞാനിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് MLA എന്നുള്ള നിലക്കാണ്. ഒപ്പം ഈ വിദ്യാലയം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുൻഗാമികളായ 2 പ്രധാനപ്പെട്ട MLAമാർ ആയിരുന്ന 2 വ്യക്തിത്വങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് ഈ വിദ്യാലയത്തിന്റെ തുടക്കത്തിൽ വഹിച്ചിട്ടുണ്ട്. അത് 1968-69 കാലത്ത് പട്ടാമ്പി MLA ആയിരുന്ന അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS ആണ് ഒരാള്. മറ്റൊരാള് പട്ടാമ്പിയിലെ കേരളപ്പിറവിക്ക് ശേഷം ആദ്യമായി MLA ആയ EP ഗോപാലനാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് C ഉമ്മർ, MK ബേബി ഗിരിജ, കമ്മുക്കുട്ടിയടത്തോൾ, N നീരജ്,
കെ ബീന, കെ ശ്രീജ, ഷഫീന ഷുക്കൂർ, എ പി രാമദാസ്, കെ സി ഗോപാലകൃഷ്ണൻ, കെ കൃഷ്ണകുമാർ, ടി കെ സാജിദ്, ടി കെ അബ്ദുൽ ഷുക്കൂർ, എസ് ശ്രീലത, സിറോജ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക കെ ടി ജലജ, പി സുനിത, പി പി നസീമ, കെ പി ബാബുരാജൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ദേശീയ സംസ്ഥാന മേളകളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് ALP സ്കൂളിൻ്റെ 124ാമത് വാർഷികാഘോഷവും 37 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിട പറയുന്ന OM സവിത ടീച്ചർക്കുള്ള യാത്രയയപ്പും സമുചിതമായി നടത്തി. യാത്രയയപ്പ് സമ്മേളനം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വാർഡിൽ, ഞങ്ങളുടെ വാർഡിൽ ഒരുവിധം പരിപാടികളൊക്കെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അച്ഛനമ്മയും പറയും അപ്പുറത്തെ വാർഡിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അവിടെ പോയിട്ടൊന്ന് ചെയ്തു നോക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ പോയിട്ട് അറിയുന്ന പോലെയൊക്കെ അന്നൊക്കെ എന്താ പറയുക, പാട്ടുകളും ഒക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ. ഇപ്പോൾ അവർക്ക് നല്ല സുഖമാണ്, എന്ത് ഇഷ്ടം പോലെ പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ട് തേടാനും അതിനുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കാനും, അപ്പം അങ്ങനെ ഓടി നടന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സജീവത അന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ വാർഡുകൾ തമ്മിലാണ് മത്സരിക്കുക. അപ്പം ഇന്നത്തെ ഒരു അവസ്ഥ, മത്സരത്തിൻ്റെ ഒരു അവസ്ഥയും അന്നത്തെ ഒരു അവസ്ഥയും ഞാനിങ്ങനെ താരതമ്യം ചെയ്യണം. അപ്പം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ച വലിയൊരു പാഠം. കല എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമാക്കി വെക്കാനുള്ളതല്ല, അതിങ്ങനെ നാട്ടിലും ആളുകൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ വെതറി അവർക്കും കൂടി ആ സന്തോഷം ആസ്വദിക്കാനുള്ളതാണ്, അനുഭവിപ്പിക്കാനുള്ളതാണ് എന്നൊരു വലിയ സത്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. സവിത ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം ചെർപ്പളശ്ശേരി AO E രാജൻ നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ ബീനാചന്ദ്രനെ ആദരിച്ചു. അടുത്ത അധ്യയന വർഷത്തേക്ക് നിർമ്മിക്കുന്ന പുതിയ 5 ക്ലാസ് മുറികളുടെ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. മനുഷ്യരാകാൻ മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മാനവികതയെ മുറുകെ പിടിക്കാൻ പൊതുവായ ഇടങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 124 വർഷം മുമ്പ് ഈ വിദ്യാലയം ആരംഭിക്കപ്പെട്ടു എന്നും അന്ന് തുടങ്ങിയ വിദ്യാലയം ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിലെ മാത്രമല്ല, നമ്മുടെ മണ്ഡലത്തിലെയും താലൂക്കിലെയും ജില്ലയിലെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട LP സ്കൂളുകളുടെ ഒരു തലമെടുത്താൽ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന വിദ്യാലയമായി പെരുമാങ്ങോട് ALP സ്കൂളിന് മാറാൻ സാധിച്ചു എന്ന സന്തോഷം കൂടി പങ്കിടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. PTA പ്രസിഡന്റ് കെ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ഒരു വർഷത്തെ വിദ്യാലയ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ റിപ്പോർട്ടായി HM A ദിനേശ് അവതരിപ്പിച്ചു. SWC ചെയർമാൻ CC ജയശങ്കർ, വാർഡ് മെമ്പർ MK പ്രദീപ്, മാനേജ്മെന്റ് പ്രതിനിധി വിനയൻ N തിലകൻ, ശ്രീകൃഷ്ണപുരം HSSലെ സീനിയർ അധ്യാപകൻ ശശി, മാതൃസംഗമം കൺവീനർ K രജനി, PT റംഷീന, റിട്ടയർഡ് HM K പാർവതി, സ്കൂൾ ലീഡർ സാദിക B എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വാണിജ്യ വാർത്തകൾ. ഒറ്റപ്പാലം റോയൽ സിൽക്സിൽ നിന്നും ട്രെൻഡിംഗ് വസ്ത്രങ്ങൾക്ക് പുറമെ പുതിയ ഫാഷനുകളിലുള്ള ഓർണമെൻറ്റ്സുകളും ഇനി ലഭിക്കും. ഫാൻസി ഐറ്റംസുകളും ഓർണമെൻറ്റ്സുകളുമായി ഒലാന ഹൈ ഫാഷൻസ് റോയൽ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. വെഡിംഗ് പർച്ചേസ് ചെയ്യൂ, ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കൂ സമ്മാന പദ്ധതിയുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോയൽ സിൽക്സിലെത്തുന്നവർക്ക് ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ ബാറ്റിംഗ് ഓർണമെൻറ്റ്സുകളും ഫാൻസി ഐറ്റംസുകളും തേടി ഇനി എങ്ങും മലയണ്ട. ബ്രാൻഡഡ് ഫാൻസി ഓർണമെൻറ്റ്സ് ഐറ്റങ്ങളുടെ വലിയ ശേഖരം തന്നെ ഒരുക്കിക്കൊണ്ട് ഒലാന ഹൈ ഫാഷൻസ് റോയൽ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. റെന്റൽ ഓർണമെൻറ്റ്സ്, ഫാൻസി ബാംഗിൾസ്, ട്രെൻഡിംഗ് ഇയറിംഗ്, റിംഗ്സ്, കോസ്മെറ്റിക്സ്, മറ്റ് ഫാൻസി ഐറ്റംസുകളും ഒലാനയിൽ ഒരുക്കിയിട്ടുണ്ട്. കെ പ്രേംകുമാർ MLA സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യൂ, ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കൂ സമ്മാന പദ്ധതിയുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും MLA നിർവഹിച്ചു. മലേഷ്യൻ ട്രിപ്പിന് അർഹരായ ചുനങ്ങാട് സ്വദേശി മണികണ്ഠൻ, പാലപ്പുറം സ്വദേശിനി ആരാധ്യ, കീഴൂർ സ്വദേശി സുധീഷ്, നെല്ലിക്കുറിശി സ്വദേശിനി ലാസ്യ എന്നിവർക്ക് MLA ടിക്കറ്റ് കൈമാറി. കൂടാതെ കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാനുള്ള അവസരം ലഭിച്ച മായന്നൂർ സ്വദേശി ബിനു, വേങ്ങശ്ശേരി സ്വദേശി രാകേഷ്, തിരുവില്ലാമല സ്വദേശി അബ്ദുൾ റഷീദ്, കുമ്പാരംകുന്ന് സ്വദേശി മൊയ്തീൻ, ലക്കിടി സ്വദേശി രവീന്ദ്രൻ,
പഴയന്നൂർ സ്വദേശിനി ബിന്ദു എന്നിവരും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. റോയൽ ഗ്രൂപ്പിന് മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്നും MLA ആശംസിച്ചു. റോയൽ ഗ്രൂപ്പിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വിളിക്കുന്ന സമയത്തെല്ലാം പങ്കെടുക്കാൻ താല്പര്യങ്ങളും ഉണ്ടാറുണ്ട്. എന്ന ഭാഗമായി തന്നെയാണ് ഇന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പാലം പോലെ ഒരു വളരുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സർവീസ് നൽകാനും എല്ലാ സേവനങ്ങളും ഒറ്റപ്പാലത്തുണ്ടാകും ഉറപ്പുവരുത്താനും പരിശ്രമിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു ബന്ധവും സ്നേഹവും താല്പര്യവുമാണ് റോയൽ ഗ്രൂപ്പിനുള്ളത്. വൈവിധ്യവൽക്കരണത്തിലൂടെ തങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിപുലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ റോയൽ ഗ്രൂപ്പിന് റോയൽ സിക്സിന് പ്രത്യേകിച്ച് സാധിക്കുന്നു എന്ന സന്ദേശമുണ്ട്. ചടങ്ങിൽ റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ നന്ദി അറിയിച്ചു. അത് 5 മലേഷ്യൻ ജോലികൾക്ക് 5 ഫാമിലിക്ക് പോകാനുള്ള കൂപ്പനാണ് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ദിവസത്തെ റിസോർട്ടിൽ താമസിക്കാനുള്ള 10 ജോലികൾക്കുള്ള കൂപ്പൺ വിതരണം ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആ കൂപ്പൺ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവുകൾ ക്ഷണിക്കും. റോയൽ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർമാരായ PV ഷാനവാസ്, PV ഷഹീസ്, PV റിയാസ്, PK റമീസ്, മാനേജർ ഷഹീർ, റോയൽ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹനീഫ, മാനേജർമാരായ ഷെരീഫ്, റിഷാജ്, ദിനേശ് എന്നിവരും പങ്കെടുത്തു. ഏതൊരു വെഡ്ഡിംഗ് പാർട്ടി വന്നാലും കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകളാണ്. എല്ലാ രീതിയിലുള്ള ഐറ്റങ്ങളും ലാച്ച സാരീസിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്, ബാക്കി റെൻ്റൽ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റോയലായി തന്നെയുള്ള ഒരു കൗണ്ടറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പൊലാനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുകൾ വളരെ റീസണബിളായ പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കാണുന്ന കളക്ഷൻസൊക്കെ ഏതാണ്ട് പറയുമ്പോൾ ഒരു 1000 ബിലോയിൽ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ്. ഇപ്പോൾ ഒരു 300 ബിറ്റ്വീൻ 990 എന്നുള്ള റേഞ്ചിൽ കൂടുതൽ ബ്രൈഡിന് മാച്ചിങ് ആയിട്ടുള്ള ഐറ്റംസിൽ നമ്മളുണ്ട്. നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്, ആഫ്റ്റർ സർവീസുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ റെൻ്റൽ ജ്വല്ലറിയിൽ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായി ആപ്പിലൂടെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ ബ്രൈഡിനുള്ള കളർ ടോൺ വെച്ചിട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ആപ്പിലൂടെ സെർച്ച് ചെയ്താൽ കൂടി വിത്തിൻ എ ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും അവർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി അഡീഷണൽ ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ 15 ദിവസത്തിലും പുതിയ അപ്ഡേഷൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ അതിലെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അതുപോലെ തന്നെ വെർത്തി പ്രൊഡക്ട്സ് ആയിരിക്കും. കൊടുക്കുന്ന ക്യാഷിനുള്ള വെർത്തായിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മുടെ അടുത്ത് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാ ആഴ്ചയും ഇമ്പോർട്ടഡ് ജ്വല്ലറി ഉണ്ട്. പിന്നെ കൊൽക്കത്ത അതുപോലെ തന്നെ ആൻറ്റിക് ചെട്ടിനാട് എല്ലാ ടൈപ്പ് ഓഫ് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ഇതുപോലത്തെ കളക്ഷൻസും നമുക്ക് റോയൽ സിൽക്സിൽ അവൈലബിൾ ആണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് വൻ കഞ്ചാവ് വേട്ട. 15 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ അരിമ്പൂർ സ്വദേശി അരുൺ, മലപ്പുറം പെരിഞ്ചേരി സ്വദേശി മുഹമ്മദ് നിസാർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കാളിക്കാവ് സ്വദേശി അജ്മൽ ഷാനെയാണ് മലപ്പുറം കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്.
ഒറ്റപ്പാലത്ത് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ. കൊടും ക്രിമിനൽ ടൈറ്റാൻ എന്ന ബഷീർ അലിയാണ് അറസ്റ്റിലായത്. ലോകമെങ്ങും ഇസ്ലാമിനെ സൂക്ഷിച്ചു നോക്കുന്ന കാലമാണിതെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ഇസ്ലാം ലോകത്ത് സജീവമായ ചർച്ചാ വിഷയം. യുദ്ധങ്ങൾക്ക് പോലും ഇസ്ലാമിനെ കാരണമാക്കുമെന്നും സാദിഖ് അലി തങ്ങൾ. പുനരധിവാസം കഴിഞ്ഞ 2 വർഷമായിട്ടും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിച്ചില്ലെന്ന് കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിലെ കുടുംബങ്ങൾ. 10ഓളം വീടുകളിൽ ഇപ്പോഴും വൈദ്യുതി ഇല്ല. പ്രളയത്തിൽ പുനരധിവസിപ്പിച്ച പാമ്പൻതോട് ആദിവാസി കുടുംബങ്ങൾക്കാണ് ദുരിതം. സ്ഥലമല്ല, റോഡാണ് വലുതെന്ന് നാട്ടുകാർ. തച്ചനാട്ടുകര കിഴക്കുംപുറം ചോളോട് റോഡുകൾ ബന്ധിപ്പിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി 7 കുടുംബങ്ങൾ. പുതിയ റോഡ് തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.